ഹായ്, ഐ ആം ജോബി ഫ്രം പവർലേക്ക്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന പുതിയ പ്ലാനും സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ നമ്പർ 1 പ്ലാനായ അഷുറസും തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. ഇത് പ്രധാന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച മുമ്പേ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ലോഞ്ചിങ് പ്ലാനായ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചുള്ള ഒരു പ്ലാനിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നു, ഈ സൂപ്പർ സ്റ്റാറും നമ്മളെ സ്റ്റാർ ഹെൽത്തിൻ്റെ നമ്പർ 1 പോളിസിയായ അഷുറസും തമ്മിലുള്ള വ്യത്യാസം, അവ തമ്മിലുള്ള പ്രീമിയത്തിൻ്റെ ഡിഫറൻറ്റ് ഏതാണ് കൂടുതൽ വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻറ്റ് എന്നൊന്ന് കറക്റ്റ് പറയാമോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാറും അഷുറസും തമ്മിലുള്ള വ്യത്യാസവും ഇവയുടെ തമ്മിലുള്ള പ്രീമിയത്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസവും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. മാക്സിമം സ്പീഡിൽ എല്ലാ കാര്യവും അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം സാവധാനത്തിരുന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ പ്ലാൻ എടുക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു അഡ്വൈസറിൻ്റെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്കുള്ള ഫുൾ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ആഡ് ഓൺ മാത്രം സെലക്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീമിയം മാക്സിമം കുറഞ്ഞിരിക്കുന്നതായിരിക്കും. പോകുന്നതിന് മുമ്പേ നമ്മളിൽ നിന്നും പോളിസി എടുക്കുന്ന എല്ലാവർക്കും എപ്പോഴത്തെ പോലെ OP കവറേജും മറ്റുള്ള എല്ലാ ആനുകൂല്യവും ലഭിക്കുന്നതാണ്. ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് വേണ്ട പ്ലാനിനെക്കുറിച്ചും നിങ്ങൾക്ക് ഏതൊക്കെ ആഡ് ഓൺ ചെയ്യുന്നതിനെക്കുറിച്ചും എന്ത് അറിയുന്നതിനും നമ്മളുടെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സൂപ്പർ സ്റ്റാർ പ്ലാൻ വരുന്നതിന് മുൻപേ തന്നെ കവറേജ് വൈസും ബെനിഫിറ്റ് വൈസും വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്ലാനാണ് സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ പ്ലാൻ എന്നത്. സൂപ്പർ സ്റ്റാർ പ്ലാനിൻ്റെ ഉള്ളിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ പ്ലാനും ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ തന്നെയാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാതെ ഇന്നത്തെ കാലത്ത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെസ്റ്റ് പ്ലാൻ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ പ്ലാനിൻ്റെയും സൂപ്പർ സ്റ്റാർ പ്ലാനിൻ്റെയും ഓരോ പോയിന്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം. ഇപ്പോൾ പവർ ലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റീന്യൂ ചെയ്യാനും EMI അടയ്ക്കാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. രണ്ട് പ്ലാനിൻ്റെയും എലിജിബിലിറ്റി കണ്ടീഷൻസിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കവറേജ് ആൻഡ് ബെനിഫിറ്റ് വൈസിൽ ഈ രണ്ട് പ്ലാനിലും ഏത് പ്ലാനാണ് നിങ്ങൾക്ക് ഉചിതം എന്നും പറയുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ വരുന്ന ആഡ് ഓൺസ് അഥവാ ഓപ്ഷണൽ കവേഴ്സ് സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ പ്ലാനിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണോ? ഇതിൻ്റെ പ്രൈസിംഗ് എങ്ങനെയാണ്? ഈ രണ്ട് പ്ലാനിൻ്റെയും അഫോർഡബിലിറ്റി എങ്ങനെയാണ് എന്നതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയാനായി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് രണ്ട് പ്ലാനിൻ്റെയും എലിജിബിലിറ്റി കണ്ടീഷൻസ് കമ്പയർ ചെയ്യാം. ആദ്യം സ്റ്റാർ അഷ്യൂർ പ്ലാനിൻ്റെ എൻട്രി ഏജ് എന്താണെന്ന് നോക്കാം. അഡൾട്ട്സിൻ്റെ കാര്യത്തിൽ മിനിമം എൻട്രി ഏജ് വരുന്നത് 18 വയസ്സാണ്. മാക്സിമം എൻട്രി ഏജ് 75 വയസ്സ് വരെയാണ്. 75 വയസ്സ് കഴിഞ്ഞ് സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ ഒരു ഫ്രഷ് പോളിസി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കില്ല. സൂപ്പർ സ്റ്റാർ പ്ലാനിലേക്ക് വരുമ്പോൾ മിനിമം എൻട്രി ഏജ് 18 വയസ്സാണ്. മാക്സിമം എന്നത് നോ ക്യാപ്പിംഗ്, അതായത് മാക്സിമം ഏജ് ലിമിറ്റ് ഒന്നും തന്നെയില്ല. 18 വയസ്സിൽ തുടങ്ങി ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും സൂപ്പർ സ്റ്റാർ പോളിസി എടുക്കാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് ചൈൽഡിൻ്റെ മിനിമം ആൻഡ് മാക്സിമം എൻട്രി ഏജ് ആണ്. ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന് ജനിച്ച് 91 ദിവസം മുതൽ 17 വയസ്സ് വരെ ഈ പോളിസിയിൽ മാതാപിതാക്കളോടൊപ്പം അംഗമായിരിക്കാൻ കഴിയുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിലേക്ക് വരുമ്പോൾ ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന് മാക്സിമം ഏജ് ലിമിറ്റ് 17 നിന്നും 25 വയസ്സ് വരെ കൂട്ടിയിരിക്കുകയാണ്. അതായത് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഒരു കുട്ടി ജനിച്ച് 91 ദിവസം മുതൽ 25 വയസ്സ് വരെ പേരൻസിനോടൊപ്പം ഈ പോളിസിയിൽ അംഗമായിരിക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി വരുന്നത് ഈ രണ്ട് പോളിസിയിലും ഉള്ള റിന്യൂവൽ ആണ്. അഷ്യൂർ പ്ലാനിലും സൂപ്പർ സ്റ്റാർ പ്ലാനിലും റിന്യൂവൽ വരുന്നത് ലൈഫ് ലോങ് ആണ്. ഇതിൽ പ്ലാൻ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്ലാനിലും ഇൻഡിവിജ്വൽ,
മൾട്ടി ഇൻഡിവിജ്വൽ, ഫാമിലി ഫ്ലോട്ടർ എന്ന ഈ ടൈപ്സിലാണ് പ്ലാൻ വരുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഈ രണ്ട് പ്ലാൻസിലുമുള്ള സം ഇൻഷ്യൂർഡ് ഓപ്ഷൻസ് അഥവാ എത്ര രൂപയുടെ കവറേജ് നിങ്ങൾക്ക് പ്ലാൻസിൽ എടുക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണ്. അഷ്യൂർ പ്ലാനിലെ സം ഇൻഷ്യൂർഡ് എന്നത് മിനിമം 5 lakh rupees ആണ്. മിനിമം സം ഇൻഷ്യൂർഡ് വരുന്നത് 2 കോടിയുമാണ്. ഇതിനിടയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ സം ഇൻഷ്യൂർഡിലേക്ക് വരുമ്പോൾ മിനിമം സം ഇൻഷ്യൂർഡ് 5 ലക്ഷം മുതൽ മാക്സിമം 1 കോടി വരെയാണ്. ഇതിൽ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്തെന്നാൽ സം ഇൻഷ്യൂർഡ് അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് സം ഇൻഷ്യൂർഡ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പോളിസികളിലും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സൂപ്പർ സ്റ്റാർ പ്ലാനിലും ലഭിക്കുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഈ രണ്ട് പ്ലാൻസിലും എത്ര വർഷത്തേക്കുള്ള പോളിസി ഒരുമിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അഷ്യൂർ പ്ലാനിലേക്ക് വരുമ്പോൾ 3 വർഷത്തേക്കുള്ള പോളിസി നിങ്ങൾക്ക് ഒരുമിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷത്തെ പോളിസി നിങ്ങൾ ചേർത്ത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ഇനി സൂപ്പർ സ്റ്റാർ പ്ലാനിലാണെങ്കിൽ 5 വർഷത്തേക്ക് വരെയുള്ള പോളിസി നിങ്ങൾക്ക് ഒരുമിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ എത്ര വർഷത്തേക്കുള്ള പോളിസിയാണ് ഒരുമിച്ചെടുക്കുന്നത് ആ എടുത്ത വർഷങ്ങളിലുള്ള പോളിസിയിലെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളെ ഇൻഷുറൻസ് പ്രൈസിംഗ് ഇൻഫ്ലേഷനിൽ നിന്നും രക്ഷിക്കുന്നു. അതായത് നിങ്ങളെ ഉയർന്ന ഇൻഷുറൻസ് പ്രൈസിംഗിൽ നിന്നും സംരക്ഷിക്കുന്നു. മാത്രമല്ല ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ഈ രണ്ട് പ്ലാൻസിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേരിയന്റ് ആണ് വരുന്നത്. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ആഡ് ഓൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പോളിസി മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആഡ് ഓൺസിന്റെ സെക്ഷനിൽ പറയാം. ആഡ് ഓൺസിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ നമുക്ക് കവറേജ് ആൻഡ് ബെനിഫിറ്റ്സ് എന്താണെന്നതിലേക്ക് വരാം. അതായത് ഈ രണ്ട് പ്ലാൻസിലും എന്തൊക്കെ കവറേജ് ആണ് വരുന്നത്, കവറേജ് ആൻഡ് ബെനിഫിറ്റ്സിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് എന്നതാണ് പറയാനായി പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അഥവാ ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത് റൂം റെന്റ് ലിമിറ്റ് ആണ്. അഷ്യൂർ പ്ലാനിന്റെ റൂം റെന്റ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം സം ഇൻഷ്യൂർഡിന് 1% റൂം റെന്റ് ലിമിറ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത്. 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെ എനി റൂം എക്സെപ്റ്റ് സ്യൂട്ട്, അതായത് സ്യൂട്ടോ അതിന് മുകളിലുള്ള കാറ്റഗറി ഒഴിച്ച് ബാക്കി ഏത് റൂം റെന്റും എടുക്കാൻ സാധിക്കുന്നതാണ്. 25 ലക്ഷത്തിന് മുകളിലുള്ള സം ഇൻഷ്യൂർഡിന് യു ക്യാൻ ടേക്ക് എനി റൂം. പക്ഷേ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇതുപോലെയുള്ള ഒരു ക്യാപ്പിംഗും തന്നെ ഇല്ല. അതായത് നിങ്ങളുടെ മിനിമം സം ഇൻഷ്യൂർഡ് 5 ലക്ഷം ആണെങ്കിലും നിങ്ങൾ അൺലിമിറ്റഡ് സം ഇൻഷ്യൂർഡ് ചൂസ് ചെയ്താലും നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് 1 കോടി വരെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ റൂം റെന്റ് ലിമിറ്റിൽ ക്യാപ്പിംഗ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് റൂമിനായി ഏത് കാറ്റഗറിയും ചൂസ് ചെയ്യാം, ക്യാപ്പിംഗ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റൂം റെന്റ് ലിമിറ്റ് ക്യാപ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ലിമിറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാനായി സാധിക്കുന്നതാണ്. 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കമ്പനി തന്നിട്ടുള്ളത് എന്ന് റൂം റെന്റ് മോഡിഫിക്കേഷൻ ആഡ് ഓൺ സെക്ഷനിൽ പറയുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡേ കെയർ ട്രീറ്റ്മെന്റ്, അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റിനായിട്ട് 24 മണിക്കൂറിന്റെ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്നില്ല. അതും ഈ രണ്ട് പ്ലാൻസും കവർ ചെയ്യുന്നുണ്ട്. അഷ്യൂറും കവർ ചെയ്യുന്നുണ്ട്, സൂപ്പർ സ്റ്റാർ പ്ലാനും കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡൊമിസിലിയറി ട്രീറ്റ്മെന്റും ഹോം കെയർ ട്രീറ്റ്മെന്റുമാണ്. ഡൊമിസിലിയറി ട്രീറ്റ്മെന്റ് എന്നത് എന്തെങ്കിലും കാരണത്താൽ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ആശുപത്രിയിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടി വരുന്ന ചികിത്സയാണ്. രോഗിക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്ന കണ്ടീഷനിൽ അല്ലെങ്കിലോ ആശുപത്രിയിൽ ബെഡ്സ് അവൈലബിൾ അല്ലെങ്കിലോ വീട്ടിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടി വരുന്നു. ഇതും ഈ രണ്ട് പ്ലാൻസിലും കവർ ചെയ്യപ്പെടുന്നതാണ്. അഷ്യൂറിലും സൂപ്പർ സ്റ്റാറിലും ഇത് കവർ ചെയ്യപ്പെടുന്നു. അടുത്ത ട്രീറ്റ്മെന്റ് എന്നത് ഹോം കെയർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഇത് വോളണ്ടറിലി നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തേണ്ട ട്രീറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തോടെ വീട്ടിൽ വെച്ച് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹോം കെയർ സർവീസ് പ്രൊവൈഡറിന്റെ സഹായത്തോടു കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനും കവറേജ് ലഭിക്കുന്നു. അടുത്തതായി വരുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. ഇത് സ്റ്റാർ അഷ്യൂറിന്റെ കാര്യത്തിലാണെങ്കിൽ 60 ഡേയ്സ് ഓഫ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് 180 ഡേയ്സ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിന് കവറേജ് ലഭിക്കുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിലേക്ക് വരുമ്പോൾ 90 ഡേയ്സ് പ്രീ ഹോസ്പിറ്റലൈസേഷനും 180 ഡേയ്സ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനുമുള്ള കവറേജ് ലഭിക്കുന്നു. ഇനി കമ്പയർ ചെയ്യാനായി പോകുന്നത് രണ്ട് പ്ലാനിലും വരുന്ന
റോഡ് ആംബുലൻസിന്റെ കവറേജ് ആണ്. റോഡ് ആംബുലൻസിന്റെ ചിലവുകൾ 2 പ്ലാൻസിലും കവർ ചെയ്യപ്പെടുന്നു അപ് ടു സം ഇൻഷുർഡ്. ഇതിൽ ഒരു ഗ്യാപ്പിങ്ങും വരുന്നില്ല. കൺസ്യൂമബിൾ ഐറ്റംസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവറേജ് ആണ്. ഇത് നിങ്ങളുടെ പോളിസിയുടെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റിന്റെ ക്ലെയിമിനും നിങ്ങളുടെ ക്ലെയിം എമൗണ്ടിൽ നിന്ന് കുറച്ച് പണം ഉറപ്പായും റിഡക്റ്റ് ആവുന്നതാണ്. ഇനി സ്റ്റാർ അഷ്യൂറിന്റെ പ്ലാനിലേക്ക് വരുമ്പോൾ ഈ പ്ലാനിന്റെ ഉള്ളിൽ നോൺ മെഡിക്കൽ ഐറ്റം ഈ സ്റ്റാൻഡേർഡ് പോളിസിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറൊരു ആഡ് ഓൺ എടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. അതായത് അഷ്യൂർ പ്ലാനിൽ ആ പ്ലാനിലുള്ള ഒരു ഭാഗം തന്നെയാണ് നോൺ മെഡിക്കൽ ഐറ്റംസ് എന്നത്. പക്ഷേ സൂപ്പർ സ്റ്റാർ പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോൺ മെഡിക്കൽ ഐറ്റംസിനെ ആഡ് ഓൺസ് ചൂസ് ചെയ്യേണ്ടതായി വരും. നോൺ മെഡിക്കൽ ഐറ്റംസിനായി നിങ്ങൾക്ക് ഈ ഒരു ആഡ് ഓൺ ചൂസ് ചെയ്യേണ്ടതായി വരും. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഈ ആഡ് ഓൺ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നോൺ മെഡിക്കൽ ഐറ്റംസിനായി കവറേജ് ലഭിക്കുകയുള്ളൂ. ഇനി 2 പ്ലാൻസിലും കമ്പയർ ചെയ്യാനായി പോകുന്നത് മെറ്റേണിറ്റി, വാക്സിനേഷൻ ആൻഡ് ന്യൂ ബോൺ ബേബി കവറേജ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഒരുപാട് പോളിസി ഹോൾഡേഴ്സ് അവരുടെ ഫാമിലിയിൽ ന്യൂ ബോൺ ബേബി കവറേജ് വേണമെന്നും ഡെലിവറിയുടെ എക്സ്പെൻസസ് കവർ ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ പ്ലാൻസിൽ എന്തൊക്കെ തരത്തിലുള്ള കവറേജ് ആണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കേട്ടറിഞ്ഞ് മനസ്സിലാക്കാം. അഷ്യൂർ പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 10% സം ഇൻഷുർഡ്, അതായത് നിങ്ങളുടെ സം ഇൻഷുർഡിന്റെ എത്രയാണെങ്കിലും അതിന്റെ 10% വരെ മെറ്റേണിറ്റിയുടെ ക്ലെയിം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇതിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്. ഇനി സൂപ്പർ സ്റ്റാർ പ്ലാനിലേക്ക് വരുമ്പോൾ ഇത് ആഡ് ഓൺസിൽ വരുന്ന ഓപ്ഷനാണ്. ഇത് സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ സ്റ്റാൻഡേർഡ് പോളിസിയിലുള്ള ഭാഗമല്ല. ബേസിക്കലി ഇത് വെച്ചിട്ട് ഈ സൂപ്പർ സ്റ്റാർ പോളിസി മോർ ഫ്ലെക്സിബിൾ ആയിട്ട് കമ്പനി മാറ്റിയിരിക്കുകയാണ്. എന്തെന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ഓൺസ് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ പ്ലാൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാ പോളിസി ഹോൾഡേഴ്സിനും മെറ്റേണിറ്റി കവറേജ് വേണമെന്ന് നിർബന്ധമായിരിക്കില്ല. അതിനാൽ തന്നെ സൂപ്പർ സ്റ്റാർ പ്ലാനിനുള്ളിൽ ഈ ഒരു ഓപ്ഷൻ എക്സ്ക്ലൂഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് എന്നത് നോക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഓപ്ഷൻ എ ആൻഡ് ബി എന്നത് ഡെലിവറിയുടെ ചാർജസ് കവർ ചെയ്യുന്നു. ഓപ്ഷൻ എയുടെ ഉള്ളിൽ നിങ്ങൾക്ക് 50,000 ആൻഡ് 1 lakh, ഇതാണ് ഡെലിവറി എക്സ്പെൻസസിന്റെ ലിമിറ്റ് വരുന്നത്. വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്. ഓപ്ഷൻ ബിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് 30,000 റുപ്പീസിന്റെ എക്സ്പെൻസസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള ലിമിറ്റ് ലഭിക്കുന്നു. വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 12 മാസമാണ്. പോളിസി എടുത്തു കഴിഞ്ഞ് 12 മാസത്തിന് ശേഷം നിങ്ങൾക്ക് മെറ്റേണിറ്റിയുടെ എക്സ്പെൻസസിനായി ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇത് രണ്ടിൽ നിന്നും, അതായത് എ ആൻഡ് ബി ഓപ്ഷൻസിൽ നിന്നും ഏത് ആഡ് ഓൺ ആണോ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. മെറ്റേണിറ്റിയുടെ ആഡ് ഓൺ എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രൈസ് ഒരുപാടധികം ഫ്ലക്ച്വേറ്റ് ആകുന്നതാണ്. മെറ്റേണിറ്റി ആഡ് ഓൺ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇൻക്ലൂഡ് ആക്കിയാൽ പ്രൈസിംഗ് എത്ര ചേഞ്ച് ആവുന്നു എന്നതൊക്കെ നമ്മൾ പ്രൈസിംഗ് സെക്ഷനിൽ കമ്പയർ ചെയ്യുന്നതാണ്. ഇനി മോഡേൺ ട്രീറ്റ്മെന്റ്സിന്റെ കവറേജിലേക്ക് വരാം. 2 പ്ലാൻസിന്റെ ഉള്ളിലും IRDO ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 12 ലിസ്റ്റഡ് പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. ഇത് 2 പ്ലാൻസിന്റെ ഉള്ളിലും കവർ ചെയ്യപ്പെടുന്നു അപ് ടു സം ഇൻഷുർഡ്. ഈ 2 പ്ലാൻസിലും സബ് ലിമിറ്റ് ഒന്നും തന്നെ വരുന്നില്ല. അടുത്തതായി പറയാൻ പോകുന്നതാണ് അസിസ്റ്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ്. അതായത് ഏതെങ്കിലും ഫാമിലിക്ക്, ഏതെങ്കിലും കപ്പിളിന് ബേബി കൺസീവ് ആവുന്നില്ല എങ്കിൽ അവർ അസിസ്റ്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റിന്റെ സഹായം തേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ അഷ്യൂർ പ്ലാനിന്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ ഉള്ളിൽ മെറ്റേണിറ്റിയിൽ ഓപ്ഷൻ സി നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായി വരും. ഇതിൽ നിങ്ങളുടെ സം ഇൻഷുർഡ് വെച്ചിട്ട് 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെ നിങ്ങൾക്ക് അസിസ്റ്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റിന് കവറേജ് ലഭിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത് ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള കവറേജ് ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ പ്രീമിയം അടച്ചിട്ട് 1 വർഷം മുഴുവൻ ക്ലെയിം ഒന്നും തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ബോണസ് എത്ര കളക്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ സം ഇൻഷുർഡ് എത്രത്തോളം ഉയരും എന്നതിലേക്ക് വരാം. സ്റ്റാർ അഷ്യൂർ പ്ലാനിന്റെ ഉള്ളിൽ ഓരോ ക്ലെയിം ഫ്രീ ഇയറും നിങ്ങളുടെ സം ഇൻഷുർഡ് 25% കൂടുന്നതാണ്. 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ അടുത്ത വർഷം അത് 12 ലക്ഷമാകുന്നതാണ്. അതിനടുത്ത വർഷം 15 ലക്ഷമാകും. ഇനി 4 വർഷവും ക്ലെയിം ഫ്രീ ഇയർ ആണെങ്കിൽ നിങ്ങളുടെ സം ഇൻഷുർഡ് ഇരട്ടിയാകുന്നതാണ്. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി 20 ലക്ഷം ആകുന്നതാണ്. അതുപോലെ സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ ഉള്ളിൽ ഓരോ ക്ലെയിം ഫ്രീ ഇയറും 50% ഓഫ് സം ഇൻഷുർഡ് കൂടുന്നതായിരിക്കും. അതായത് 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സം ഇൻഷുർഡ് ഡബിൾ ആകുന്നതാണ്. നിങ്ങളുടെ സം ഇൻഷുർഡ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ക്യുമുലേറ്റീവ് ബോണസും ഉയരുന്നതാണ്.
ഇനി റീസ്റ്റോറേഷൻ ബെനിഫിറ്റിലേക്ക് വരാം. നിങ്ങളുടെ പോളിസിയുടെ ബേസിക് സം ഇൻഷ്യൂർഡ് ആൻഡ് ക്യുമുലേറ്റീവ് ബോണസ് തീർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നു. അത് എത്രത്തോളം ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. രണ്ട് പ്ലാൻസിലും അപ് ടു 100% ഓഫ് സം ഇൻഷ്യൂർഡ് ആൻഡ് അൺലിമിറ്റഡ് ടൈം വരെ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നു. അടുത്തതായി ഒരു പുതിയ ഫീച്ചറാണ് നമ്മൾ കമ്പയർ ചെയ്യാനായി പോകുന്നത്. അതാണ് ഫ്രീസ് യുവർ ഏജ്. നിങ്ങളുടെ ഏജിനെ എങ്ങനെ ഫ്രീസ് ചെയ്യാം? ബയോളജിക്കലി ഇത് പോസിബിൾ അല്ല, എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ വരുന്ന ഒരു ഫീച്ചറാണത്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ വേണ്ടി എപ്പോഴാണോ നിങ്ങൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ പ്ലാൻ എടുക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ പ്രീമിയം ഫ്രീസ് ആകുന്നു. അതായത് നിങ്ങളുടെ ഏജ് ഓരോ വർഷവും കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം കൂടുന്നില്ല. നിങ്ങൾ ഏത് പ്രായത്തിലാണോ പ്രീമിയം എടുത്തത് ആ പ്രീമിയം തന്നെയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫീച്ചർ നിങ്ങൾ ഒരു ക്ലെയിം എടുക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഈ പോളിസിയുടെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ പ്രീമിയം നിങ്ങളുടെ വയസ്സിന്റെ ബേസിസിൽ തന്നെയായിരിക്കും ചാർജ് ചെയ്യപ്പെടുന്നത്. ഈ ഫീച്ചർ, അതായത് ഈ ഫ്രീസ് യുവർ ഏജ് എന്ന ഓപ്ഷൻ സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ ഇല്ല. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി പറയാൻ പോകുന്നത് കോ പേയ്മെന്റിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ പ്രീമിയം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്ലെയിം ഒക്കെ നിങ്ങൾ സ്വയം തന്നെ അടയ്ക്കാം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ അതിനായുള്ള കോ പേയ്മെന്റ് എന്ന ഓപ്ഷനും സൂപ്പർ സ്റ്റാർ പ്ലാൻ നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നു. സ്റ്റാർ അഷ്യൂർ പ്ലാനിനുള്ളിൽ കോ പേയ്മെന്റ് ഉള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ 10% മുതൽ 50% വരെ കോ പേയ്മെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ആനുവൽ എഗ്രിഗേറ്റ് ഡിഡക്റ്റബിളും. സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആനുവൽ എഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ നിങ്ങൾക്ക് 10,000 രൂപ മുതൽ 10 ലക്ഷം വരെ ആനുവൽ എഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എമൗണ്ട് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് എയർ ആംബുലൻസിന്റെ കവറേജ് ഈ പ്ലാനിൽ ലഭിക്കുമോ എന്നതാണ്. സ്റ്റാർ അഷ്യൂർ പ്ലാനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സം ഇൻഷ്യൂർഡിന്റെ 10% വരെ നിങ്ങൾക്ക് എമർജൻസി എയർ ആംബുലൻസിന്റെ ചിലവുകൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ ഉള്ളിൽ മാക്സിമം ലിമിറ്റ് വച്ചിരിക്കുന്നത് 5 ലക്ഷം വരെയാണ്. നിങ്ങൾക്കിതിൽ 2ൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ, അതായത് ഒരു സ്റ്റാൻഡേർഡ് പോളിസിയുടെ ഉള്ളിൽ കവറേജ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. സ്റ്റാർ അഷ്യൂർ പ്ലാനിന്റെ ഉള്ളിൽ പോളിസി എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മിനിമം 2,500 രൂപ മുതൽ നിങ്ങളുടെ സം ഇൻഷ്യൂർഡിനനുസരിച്ച് ക്യാഷ്ലെസ് ലാബിൽ ആനുവൽ ചെക്കപ്പ് ചെയ്യാനായി സാധിക്കുന്നു. എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ നിങ്ങൾക്ക് ആനുവൽ ചെക്കപ്പിനായി ആഡ് ഓൺ എടുക്കേണ്ടതായി വരും. ഇതൊരു ആഡ് ഓൺ ഓപ്ഷൻ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495116601. ഇതൊരു ആഡ് ഓൺ ഓപ്ഷൻ ആക്കിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ എല്ലാ പോളിസി ഹോൾഡേഴ്സിനും ഈ ഒരു ഫീച്ചർ എടുക്കാനായി സാധിക്കില്ല, അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് പോളിസി ഹോൾഡേഴ്സിന് ചൂസ് ചെയ്യാൻ പാകത്തിന് ഇതൊരു ആഡ് ഓൺ ഓപ്ഷൻ ആക്കിയിരിക്കുന്നത്. ആർക്കാണോ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായി ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ ആഡ് ഓൺ എടുത്ത് ഇതിന്റെ പ്രീമിയം പേ ചെയ്യാവുന്നതാണ്. ബാക്കി ഇത് എടുക്കാത്ത, അതായത് ഈ ആഡ് ഓൺ എടുക്കാത്ത പോളിസി ഹോൾഡേഴ്സിന് ഈ പ്രീമിയം അടയ്ക്കേണ്ടതായി വരുന്നില്ല. ഇതിന്റെ കവറേജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1% ഓഫ് സം ഇൻഷ്യൂർഡ് ആണ്. അതായത് മാക്സിമം 25,000 രൂപ വരെ. 25,000 രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാനായി കഴിയുന്നതാണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഈ ആഡ് ഓൺ എടുത്താലാണ് നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കുന്നത്. ഇതുവരെ നമ്മൾ ഈ 2 പ്ലാൻസിന്റെയും കവറേജ് ആൻഡ് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതാണ് ആഡ് ഓൺസിന്റെ സെക്ഷൻ. സ്റ്റാർ അഷുറൻസ് പ്ലാനിൽ കമ്പനി ഒരു ആഡ് ഓൺസും തന്നെ നൽകിയിട്ടില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ ഈ സ്റ്റാൻഡേർഡ് പ്ലാനിന്റെ ഉള്ളിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. എന്നാൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഒട്ടനവധി ആഡ് ഓൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ആഡ് ഓൺ ആണ് ലിമിറ്റ്ലെസ് കെയർ. ലിമിറ്റ്ലെസ് കെയർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം,
അൺലിമിറ്റഡ് സം ഇൻഷ്യൂർഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് വരെ, നിങ്ങളുടെ അൺലിമിറ്റഡ് സം ഇൻഷ്യൂർഡ് വരെ അതിനൊരു ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ആഡ് ഓൺ നിങ്ങൾക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലെയിം നിങ്ങൾക്ക് അൺലിമിറ്റഡ് സം ഇൻഷ്യൂർഡ് വരെ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് സ്മാർട്ട് നെറ്റ്വർക്ക്. ഈ ആഡ് ഓൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ സ്മാർട്ട് നെറ്റ്വർക്കിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഹോസ്പിറ്റൽസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ചികിത്സ തേടണം എങ്കിൽ മുഴുവൻ ക്ലെയിമും ലഭിക്കുന്നതാണ്. അഥവാ നിങ്ങൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുള്ള ഹോസ്പിറ്റൽസിലാണ് ചികിത്സ തേടുന്നതെങ്കിൽ 15% കോ പേയ്മെന്റ് ചാർജ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ഈ ആഡ് ഓൺ എടുക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് നിങ്ങളുടെ പ്രീമിയത്തിൽ ലഭിക്കുന്നതുമായിരിക്കും. പക്ഷേ ഇതിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്തെന്നാൽ 100% ക്ലെയിം പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സ്മാർട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിന്റെ കീഴിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായി വരും. ഈ ഒരു കാര്യം ആലോചിച്ച് മനസ്സിലാക്കി ചൂസ് ചെയ്യേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് ക്വിക്ക് ഷീൽഡ് എന്നത്. ക്വിക്ക് ഷീൽഡിൽ പറയുന്ന 5 ലിസ്റ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് 5 ലിസ്റ്റഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഈ മെഡിക്കൽ കണ്ടീഷൻസ് 31 ദിവസത്തിന് ശേഷം കവർ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, അതായത് പോളിസി എടുത്തു കഴിഞ്ഞ് 31 ദിവസത്തിന് ശേഷം മുതൽ ഈ കവറേജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, വെയിറ്റിംഗ് പീരീഡ് ഒന്നും തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വിക്ക് ഷീൽഡ് ആഡ് ഓൺ എടുക്കേണ്ടതാണ്. അടുത്ത ആഡ് ഓൺ ആണ് സൂപ്പർ സ്റ്റാർ ബോണസ്. അഥവാ പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ എക്സ്റ്റൻഡഡ് ക്യുമുലേറ്റീവ് ബോണസ്. നിങ്ങൾ ഈ ഒരു ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തിൽ ക്ലെയിം എടുത്താലും ഇല്ലെങ്കിലും അടുത്ത വർഷം നിങ്ങളുടെ സം ഇൻഷ്യൂർഡിന്റെ 100% സൂപ്പർ സ്റ്റാർ ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലെയിം എടുക്കുന്നതോ എടുക്കാത്തതോ ഇതിനെ ബാധിക്കില്ല. ഇനി മാക്സിമം ലിമിറ്റ് വരുന്നില്ല, അതായത് ഇതിന് ക്യാപ്പിംഗ് ഒന്നും തന്നെ വരുന്നില്ല. അൺലിമിറ്റഡ് സം ഇൻഷ്യൂർഡ് വരെ നിങ്ങൾക്കിത് അക്യുമുലേറ്റ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ സൂപ്പർ സ്റ്റാർ ബോണസ് എന്ന ഈ ആഡ് ഓൺ എടുക്കേണ്ടതാണ്. അടുത്തതാണ് മെറ്റേണിറ്റി ആഡ് ഓൺ. ഇത് നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഓപ്ഷൻ എ ആൻഡ് ബിയിൽ നോർമലും സിസേറിയൻ ഡെലിവറിയും കവർ ചെയ്യപ്പെടുന്നു. പിന്നെ ന്യൂബോൺ ബേബി കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓപ്ഷൻ സിയിൽ നിങ്ങൾക്ക് അസിസ്റ്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റിന്റെ കവറേജ് ലഭിക്കും. നമ്മുടെ ചാനലിൽ സൂപ്പർ സ്റ്റാർ പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ഡൗട്ടുകൾക്കും 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഡ് ഓൺ ആണ് വുമൺ കെയർ. ഇതെന്ന് പറയുന്നത് ഒരു പ്രഗ്നന്റ് ലേഡി ഈ പ്ലാനിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസിക്ക് ശേഷവും ഈ പ്ലാനിൽ ചേരാൻ കഴിയുന്നതാണ്. ഇതിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 12ാമത്തെയും 20ാമത്തെയും ആഴ്ചയിലെ പ്രഗ്നൻസി സ്കാനിംഗ് റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഡെലിവറി എക്സ്പെൻസസ് അല്ല കവർ ചെയ്യപ്പെടുന്നത്, മറിച്ച് ന്യൂബോൺ ബേബി കവറേജ്, അതായത് കുട്ടി ജനിച്ചതിന് ശേഷം മുതലുള്ള ചിലവുകൾക്കാണ് കവറേജ് ലഭിക്കുന്നത്. അടുത്ത ആഡ് ഓൺ ആണ് ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് കവറേജ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് റൂം റെന്റ് മോഡിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ ഉള്ളിൽ റൂം റെന്റിൽ ഒരു ക്യാപ്പിംഗും വരുന്നില്ല, അതായത് ലിമിറ്റ് ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ വരുന്ന റൂമും തിരഞ്ഞെടുക്കാം. ഇതിനായി 3 ഓപ്ഷൻസ് ആണ് കമ്പനി തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് സിംഗിൾ പ്രൈവറ്റ് AC റൂം, രണ്ടാമത്തേത് ഷെയ്ഡ് റൂം, മൂന്നാമത്തേത് ജനറൽ വാർഡ്. അടുത്ത ആഡ് ഓൺ ആണ് റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് പീരീഡ്. എന്ത് അസുഖത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണെങ്കിലും, അതെന്തെങ്കിലും സ്പെസിഫിക് ഡിസീസസിന്റെ ആണെങ്കിലും, അതല്ല എന്തെങ്കിലും പ്രീ ഡിസീസസിന്റെ ആണെങ്കിലും അതിന്റെ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായി സാധിക്കും. അതിനായി നിങ്ങൾ ഈ ആഡ് ഓൺ എടുക്കണം. നിങ്ങൾ ഇതിനായി എക്സ്ട്രാ പ്രീമിയം പേ ചെയ്യേണ്ടതായി വരും. സൂപ്പർ സ്റ്റാർ പ്ലാനിനുള്ളിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 36 മാസമാണ്. നിങ്ങൾക്കിത് 24 മാസത്തേക്കും 12 മാസത്തേക്കും ഒക്കെയായിട്ട് ചുരുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനനുസരിച്ച് എക്സ്ട്രാ പ്രീമിയവും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. സ്പെസിഫിക് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്. നിങ്ങൾക്കിത് 12 മാസത്തേക്ക് ചുരുക്കാനും കഴിയുന്നതാണ്. നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും. എത്ര ദിവസത്തേക്ക് ഒരു പോളിസി ഹോൾഡർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുവോ അവർക്ക് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. എത്ര ദിവസത്തേക്കാണോ നിങ്ങൾക്ക് ഈ കവറേജ് വേണ്ടത്, ഡെയിലി എത്ര ക്യാഷ് ബെനിഫിറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനൊക്കെ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയ ഓപ്ഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത് സൂപ്പർ സ്റ്റാർ പോളിസിയിലെ ആഡ് ഓൺസിനെ പറ്റിയാണ്. ഇനി നമ്മൾ അഷ്വർ പ്ലാനിലും സൂപ്പർ സ്റ്റാർ പ്ലാനിലുമുള്ള
ഫീച്ചറുകൾ ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്ത് ഏതാണ് ഉയർന്നു നിൽക്കുന്നത്, അതായത് രണ്ട് പ്ലാനിലെയും ഏതൊക്കെ ഫീച്ചറാണ് ഉയർന്നു നിൽക്കുന്നത്, ഏതൊക്കെ ഫീച്ചറാണ് അല്പം താഴ്ന്നു നിൽക്കുന്നത് എന്നാണ് പറയാനായി പോകുന്നത്. രണ്ട് പ്ലാനിലെയും വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയാം. അഷ്യൂർ പ്ലാനിലും സൂപ്പർ സ്റ്റാർ പ്ലാനിലും ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഇതിൽ ലിസ്റ്റഡ് സ്പെസിഫിക് ഡിസീസസിന് രണ്ട് പ്ലാനിലും വെയിറ്റിംഗ് പീരീഡ് എന്നത് 24 മാസമാണ്. ഇനി PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് രണ്ട് പ്ലാൻസിലും 36 മാസമാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ അഷ്യൂർ പ്ലാനിൽ 3 വർഷത്തെ പോളിസി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് 30 മാസം വരെ ആണ്. അതായത് 36 മാസത്തിൽ നിന്ന് 30 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ചുരുങ്ങുന്നതാണ്. സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് 24 മാസമാണ്. സൂപ്പർ സ്റ്റാറിൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡിൻ്റെ ഓപ്ഷൻസ് 12 മാസവും 24 മാസവുമാണ് വരുന്നത്. ഇതിൽ ഓപ്ഷൻ A ആൻഡ് ഓപ്ഷൻ Bയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ രണ്ട് പ്ലാനിലും വളരെ നല്ല കാര്യമായിട്ടും ഒരു കുറവായും തോന്നിയത് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം രണ്ട് പ്ലാൻസിലും വരുന്ന പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഈ രണ്ട് പ്ലാൻസിലും വർഷാവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ അടയ്ക്കണം എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർ അഷ്യൂറിൽ നിന്ന് തുടങ്ങാം. സ്റ്റാർ അഷ്യൂർ പ്ലാൻ തുടങ്ങിയ സമയത്ത് ആഡ് ഓൺസ് ഉൾപ്പെടുത്തിയുള്ള മറ്റ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് സൂപ്പർ സ്റ്റാർ പോലെയുള്ള ആഡ് ഓൺസ് വച്ചിട്ടുള്ള പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് പോളിസിയുടെ ഉള്ളിൽ തന്നെ ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടുത്തിയിരുന്നു. സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് പോളിസി ലഭിക്കുന്നത്. മെറ്റേണിറ്റി മുതൽ അൺലിമിറ്റഡ് സം ഇൻഷുർഡ് എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതിനുള്ളിൽ തന്നെ ലഭിക്കും. കൺസ്യൂമബിൾ ഐറ്റംസ് കവർ ചെയ്യപ്പെടുന്നു. റൂം റെന്റിന്റെ കാറ്റഗറിയും ഈ പോളിസിയുടെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് ഏത് റൂം വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് എക്സെപ്റ്റ് സ്യൂട്ട്. അധികം സം ഇൻഷുർഡ് നിങ്ങൾക്ക് വേണ്ടതായി വരും. 5 ലക്ഷമാണ് നിങ്ങളുടെ സം ഇൻഷുർഡ് എങ്കിൽ 1% ഓഫ് റൂം റെന്റ് ലിമിറ്റാണ് അഷ്യൂറിൽ വരുന്നത്. നിങ്ങൾ പ്രൈവറ്റ് AC, ഡീലക്സ് അല്ലെങ്കിൽ സെമി ഡീലക്സ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മീഡിയോക്കർ കാറ്റഗറിയുടെ അഥവാ നിങ്ങൾ ഇടത്തരം കാറ്റഗറിയുടെ സം ഇൻഷുർഡ് എടുക്കേണ്ടതായിട്ട് വരും. അതല്ല നിങ്ങൾ മിനിമം സം ഇൻഷുർഡ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1% ഓഫ് സം ഇൻഷുർഡ് അതായത് 3 ഓപ്ഷൻസും നിങ്ങൾക്ക് ഒരു പ്ലാനിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നതാണ്. സ്റ്റാർ അഷ്യൂർ പ്ലാൻ എന്നത് ഒരു ഓൾ റൗണ്ടർ പ്ലാൻ ആണ്. കാരണം എന്തെന്നാൽ ഇതിലെ എല്ലാ ഫീച്ചേഴ്സും ഈ പ്ലാനിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലെ പ്രീമിയവും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അത് ഓരോ സോൺസിനെയും ബേസ് ചെയ്തുള്ളതാണ്. അതും ഈ രണ്ട് പ്ലാൻസിലും ഡിഫറൻ്റ് ആണ്. സോൺ A, സോൺ B ആൻഡ് സോൺ C എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ ഡിഫറൻ്റ് ആണ്. അതായത് സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ വരുന്ന സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്സ് ഡിഫറൻ്റ് ആണ്. സൂപ്പർ സ്റ്റാറിലും സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് ഡിഫറൻ്റ് ആണ്. നിങ്ങൾ അഷ്യൂറിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരുപാട് സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് അതിൽ വരുന്നുണ്ട്. അതിൽ സോൺ B ആൻഡ് സോൺ Cക്ക് അഫോർഡബിലിറ്റി കൂടുതലായിരിക്കും. അതായത് സോൺ Aയിൽ വരുന്നവരാണ് കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടത്. സോൺ Bയിലും Cയിലും വരുന്നവർക്ക് സോൺ Aയേക്കാൾ കുറച്ച് പ്രീമിയം അടച്ചാൽ മതിയാവും. ഓവറോൾ കവറേജിനായിട്ട് നിങ്ങൾ അഷ്യൂർ പ്ലാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഈ പ്ലാൻ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ച് കുറവുകളുമുണ്ട്. അതിൽ ആദ്യം തന്നെ വരുന്നത് റൂം റെന്റ് ലിമിറ്റാണ്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അഷ്യൂർ പ്ലാൻ എടുക്കേണ്ടതില്ല. കാരണം 5 ലക്ഷം രൂപയുടെ ലിമിറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് ചികിത്സ തേടുന്നത് എന്ന അടിസ്ഥാനത്തിൽ റെസ്ട്രിക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻസ് നിങ്ങളുടെ മേൽ ആപ്ലിക്കബിൾ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ക്ലെയിം എമൗണ്ടിൽ നിന്ന് പൈസ കട്ടാകുന്നതായിരിക്കും. ഇതാണ് അഷ്യൂർ പ്ലാനിലെ നെഗറ്റീവായിട്ട് തോന്നുന്നത്. ഇനി സൂപ്പർ സ്റ്റാറിലേക്ക് വരുമ്പോഴുള്ള നെഗറ്റീവായിട്ട് തോന്നുന്നത് അത് റീഇംബേഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ ക്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്ലെയിം അത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഏജൻറ്റിന് ഓഫ്ലൈനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് സൂപ്പർ സ്റ്റാർ പ്ലാനിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്നത് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് ഫ്രീസ് യുവർ ഏജ് എന്ന ആഡ് ഓൺ ആണ്. നല്ലൊരു യുണീക്ക് ഫീച്ചറാണിത്. എന്നാൽ ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 50 വയസ്സിന് മുന്നേ തന്നെ പോളിസിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇത് സ്റ്റാൻഡേർഡ് പോളിസിയിൽ വരുന്ന ഫീച്ചറാണ്. ഫ്രീസ് യുവർ ഏജ് എന്നത് ആഡ് ഓൺ അല്ല. ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
ഇനി സൂപ്പർ സ്റ്റാർ പ്ലാനിലെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്നത് റൂം റെന്റ് ഒരു ക്യാപ്പിങ്ങും, അതായത് ഒരു ലിമിറ്റും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്ലാനിലും ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. സൂപ്പർ സ്റ്റാർ ബോണസ് ഇതും വളരെ യുണീക്ക് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ്. നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ബോണസ് അപ് ടു 100% സം ഇൻഷുർഡ് കൂടുന്നതായിരിക്കും. അത് നിങ്ങൾ ക്ലെയിം എടുത്താലും ഇല്ലെങ്കിലും. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ക്യുമുലേറ്റീവ് ബോണസിൽ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കേണ്ടതില്ല. കാരണം ഇതിൻ്റെ മേൽ ഒരുപാട് കണ്ടീഷൻസ് അപ്ലൈ ആവുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിൾ എമൗണ്ട് ആയിട്ടുള്ള ബേസിക് സം ഇൻഷുർഡ് ചൂസ് ചെയ്യുക. ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഇതിനോടൊപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സ് പ്ലാൻസിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിലായിരിക്കണം കണക്കാക്കേണ്ടത്. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 20+ ആഡ് ഓൺസ് സൂപ്പർ സ്റ്റാർ പോളിസിയിൽ വരുന്നുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മറ്റൊരു പോളിസിയിലും ഇതുപോലൊരു ഫീച്ചർ കാണാൻ കഴിയില്ല. അടുത്തത് എന്ന് പറയുന്നത് അഷ്യൂർ പ്ലാനിൽ ഉള്ളതുപോലെ തന്നെയാണ്. അതായത് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഓഫ്ലൈനിലാണ് വരുന്നത്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഓഫ്ലൈനിൽ വഴിയാണ്. ഇത് 2 പ്ലാൻസിലും കോമൺ ആണ്. കാരണം രണ്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടേതാണ്. ഇനി നമുക്ക് പ്രൈസിംഗ് സെക്ഷനിലേക്ക് വരാം. ഇവിടെ കമ്പയറിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫാമിലി സൈസ് പ്ലാനാണ് എടുത്തിരിക്കുന്നത്. 2 അഡൾട്ട്സ് പ്ലസ് 2 ചിൽഡ്രൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അഡൾട്ട്സിൻ്റെ ഏജ് 38 and 35 ആണ്. ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ ഏജ് വരുന്നത് 12 and 9 years old ആണ്. സം ഇൻഷുർഡ് 20 ലക്ഷം രൂപയാണ്. ഇവരുടെ അഡ്രസ് 2 പ്ലാനിലും സോൺ എയിലാണ് വരുന്നത്. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് ഡൽഹി എടുക്കാം. ഡൽഹി വരുന്നത് സോൺ എയിലാണ്. ആദ്യം അഷ്യൂർ പ്ലാനിലെ സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് എങ്ങനെയാണെന്നത് പറയാം. കാരണം ഈ പ്ലാനിൽ ആഡ് ഓൺസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ സ്റ്റാർ സൂപ്പർ പ്ലാനിൽ ഓരോ ആഡ് ഓൺസും വച്ചിട്ട് എങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓരോ ആഡ് ഓൺസിനും പ്രീമിയം എങ്ങനെ കൂടും, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും, എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് നേരെ അഷ്യൂർ പ്ലാനിന്റെ പ്രൈസിംഗിലേക്ക് വരാം. ഫാമിലി സൈസിൽ സം ഇൻഷുർഡ് 20 ലക്ഷവും അഡ്രസ് ഡൽഹി, അതായത് സോൺ എയും പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ സ്റ്റാർ അഷ്യൂർ പ്ലാനിനായി ഈ ഫാമിലിക്ക് 1 വർഷം അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 45,296 രൂപയാണ്. ഇനി സൂപ്പർ സ്റ്റാർ പ്ലാനിന്റെ പ്രീമിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസ്യൂമബിൾ ഐറ്റംസിന്റെ ആഡ് ഓൺ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് മറ്റൊരു ആഡ് ഓൺസും എടുക്കാതെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ കൺസ്യൂമബിൾ ഐറ്റംസിന്റെ ആഡ് ഓൺസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അടയ്ക്കേണ്ടി വരുന്ന തുക, അതായത് ആനുവലി അടയ്ക്കേണ്ടി വരുന്ന തുക 31,855 രൂപയാണ്. ഇനി മെറ്റേണിറ്റി കവറേജിന് വേണ്ടിയുള്ള ആഡ് ഓൺസും കൂടി എടുക്കുകയാണെങ്കിൽ അടയ്ക്കേണ്ട തുക 47,723 രൂപയാണ് വരുന്നത്. ഇവിടെ മെറ്റേണിറ്റി കവറേജിന് 1 വർഷത്തേക്ക് 50,000 രൂപയാണ് ക്ലെയിം കിട്ടുന്നത്. വെയിറ്റിംഗ് പീരീഡ് 2 വർഷവും അഥവാ 24 മാസവുമാണ് വരുന്നത്. ഇനി പറയാൻ പോകുന്ന പ്രീമിയത്തിന്റെ പ്രൈസിംഗിൽ കുറച്ച് ആഡ് ഓൺസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കൺസ്യൂമബിൾ ഐറ്റംസ് ലിമിറ്റ്ലെസ് കവർ, അതായത് ലൈഫ് ടൈമിൽ 1 വട്ടം നിങ്ങൾക്ക് അൺലിമിറ്റഡ് എമൗണ്ട് വരെ ക്ലെയിം എടുക്കാൻ കഴിയുന്നതാണ്. ഇതിനോടൊപ്പം സൂപ്പർ സ്റ്റാർ ബോണസും ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും 100% നിങ്ങളുടെ സം ഇൻഷുർഡ് കൂടും ടിൽ അൺലിമിറ്റഡ് എമൗണ്ട്. ഈ ആഡ് ഓൺസ് ഒക്കെ വെച്ചിട്ട് ഈ ഫാമിലിക്ക് കൊടുക്കേണ്ടി വരുന്ന ആനുവൽ പ്രീമിയം എന്നത് 38,228 രൂപയാണ്. 20 ലക്ഷത്തിന്റെ സം ഇൻഷുർഡിനാണ് ഇത് വരുന്നത്. മെറ്റേണിറ്റി ആഡ് ഓൺ നിങ്ങൾ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്താൽ പ്രീമിയം കൂടുന്നതാണ്. അതിന്റെ കവറേജും കുറവാണ്. സ്റ്റാർ അഷ്യൂർ പ്ലാനിൽ നിങ്ങൾക്ക് 10% ഓഫ് സം ഇൻഷുർഡിന് മെറ്റേണിറ്റി കവറേജ് ലഭിക്കും. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ മെറ്റേണിറ്റി കവറേജ് 50,000 രൂപയാണ് വരുന്നതെങ്കിൽ സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഈ മെറ്റേണിറ്റി ആഡ് ഓൺ എടുക്കുമ്പോൾ 15,000 രൂപയും ഇതിൻ്റെ പ്രീമിയത്തിനായി കൂടുന്നതാണ്. അതായത് 15,000 രൂപ മെറ്റേണിറ്റി കവറേജിൻ്റെ പ്രീമിയത്തിനായി കൂടുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എക്സാമ്പിളായിട്ട് എടുത്തത് സോൺ എയിൽ വരുന്ന ഫാമിലിയാണ്. ഓരോ സോണിൻ്റെയും ബേസിസിൽ പ്രീമിയം പേ ചെയ്യുന്നതിലും വ്യത്യാസം വരും. സോൺ എയിൽ പ്രീമിയം തുക കൂടുതലായിരിക്കും. ഏറ്റവും കുറവ് പ്രീമിയം വരുന്നത് സോൺ സിയിലുള്ളവർക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ 2 പ്ലാൻസിൻ്റെയും ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞത്. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനും 94 95 11 66 01 എന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാനും പവർലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495 11 6601.